ആ കർത്തയുടെ മുൻഗാമികൾ ഈ കോളേജിന് ഒരു അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇയാളത് കളഞ്ഞു വിളിക്കുന്ന തോന്നണേ. അതെ, അധികാരവും കച്ചവടവും തമ്മിലുള്ള രഹസ്യ ഉടമ്പടി. നേതാക്കന്മാരെല്ലാരും ഉണ്ടല്ലോ, എന്തൊട്ടാണ്ട് ഒരു ഗൂഢാലോചന. മരങ്ങളൊക്കെ വെട്ടി വെക്കുവോ? അതേടാ, നമ്മുടെ തേക്കിൻകാട് മൈതാനില്ലേ, അത് മുറിച്ചു വെക്കാനുള്ള പദ്ധതി ഉണ്ട്. നിനക്ക് വേണോടാ? എനിക്ക് വേണ്ട വെള്ളപ്പറ്റ, നീ എടുത്തോ. നീ പോടാ ഇപ്പനെ. കറുത്ത ഒരു കാര്യം തീരുമാനിച്ചാൽ നടപ്പിലാക്കും. നീ വെറുതെ എതിർക്കാനോ തടുക്കാനോ ഒന്നും നിൽക്കണ്ട. എടാ രഞ്ജ, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, കുറച്ചൊരു തീരുമാനം. ഞങ്ങളെ നടപ്പിലാക്കിയ നീ ചെല്ല്. നീ നിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് അങ്ങോട്ട് ചെല്ല്. നിനക്കറിയാൻ പാടില്ല ആരോടാ കളിക്കുന്നതെന്ന്. അയാളെ ഞങ്ങൾക്ക് അറിയണ്ട, പക്ഷെ അയാൾ അറിയും ഞങ്ങളാരാ. ശരി ശരി, അറിഞ്ഞോളൂ നിങ്ങൾ. ശരി, എല്ലാരും അറിഞ്ഞൂലേ? പിന്നെ ആളിപ്പോ വേൾഡ് ഫേമസ് അല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല പപ്പ. ഓ എന്തൊരെളുമ. എന്റെ പപ്പ ഇവളിപ്പോ എവിടെ പോവാന്നറിയോ? എങ്ങോട്ടാ? നമ്മുടെ എഴുത്തുകാരി മേരി ജോസഫ് ഇല്ലേ, ആള് വിളിപ്പിച്ചേക്കോ അക്കാഡമിയിലേക്ക് നേരിട്ട് കാണണം. ഏയ് അങ്ങനെയൊന്നുമില്ല പപ്പ. പുള്ളിക്കാരിയുടെ മകള് ദീപ്തി ഞങ്ങളുടെ ക്ലാസ്സിലാ പഠിക്കുന്നത്, അങ്ങനെ വിളിപ്പിച്ചതാ. അല്ലാണ്ട് എന്നാലും അതാരാവോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക? അതറിയില്ല പപ്പ. എന്തായാലും കവിത വായിച്ച ആരാധന മൂത്ത ആരോ ആണ്. ഇവിടെ മതി, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. വേണ്ട മോളെ, പപ്പ കൊണ്ടുപോയി വിടാം. സാരില്ല, ഇവിടുന്ന് ബസ് കിട്ടും. ഇവിടെ മതിയോ? ബസ് ഉണ്ടാവൂലോ അല്ലേ? അപ്പൊ നാളെ കാണാം. ശരി. ആ സഖാവ് എങ്ങോട്ടാ? അത് അക്കാഡമിയിലേക്ക്. ഓ, അക്ഷരമുറ്റ സെമിനാറിനൊക്കെ പോവാറുണ്ടോ? അതല്ല, അവിടെ ഫസീലുണ്ട്. ആ, സഖാവും കൂടെ ഉണ്ടോ? പിന്നെ കവിതയൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എഴുത്തിനെ ഗംഭീരാക്കല്ലേ? കുറച്ച് മോശമായാലും പ്രചരിപ്പിക്കാനും പ്രശസ്തിയാക്കാനും ഒരു സംഘം തന്നെ കൂടെ ഉണ്ടല്ലോ. പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? എന്നാലും ഇതിച്ചിരി കൂടിപ്പോയി. എന്ത്? ആ, തന്നെ കണ്ട എന്തായാലും നന്നായി. ഞാൻ നോക്കി നടക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കാതെ മനസ്സിൽ ഒളിപ്പിച്ച കവിതകളൊക്കെ എഴുതാൻ ഇതാ എന്റെ ഒരു സമ്മാനം.